നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം കോപത്തെ വെറുക്കുക. ഹെയ്റ്റ് ആങ്കർ. കോപത്തെ വെറുക്കുക. സദൃശ്യവാക്യങ്ങൾ 29-22. Proverbs chapter 29 verse 22. A man of wrath stirs up strife, and one given to anger causes much transgression. കോപമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു. ആമേൻ. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ ആദരങ്ങളിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. ദൈവത്തിന്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്നുള്ള തിരുവചന പ്രകാരം അടിയങ്ങളിതാ തിരുസന്നിധിയിലായിരിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചനായി സ്തോത്രപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കോപത്തെ വെറുക്കുക. ഹെയ്റ്റ് ആങ്കർ. കോപം മനുഷ്യനിലെ ഏറ്റവും നീചമായ ഒരു സ്വഭാവമാണ്. കോപം വഴക്കുകൾക്ക് കാരണമാകുന്നു. അവ ബന്ധങ്ങളെ തച്ചുടച്ചു കളയും. നശീകരണത്തിന്റെ പ്രവൃത്തിയാണ് കോപം. നശീകരണത്തിന്റെ പ്രവൃത്തിയാണ് കോപം. അത് നമ്മെ അനവധി തെറ്റുകളിലേക്ക്, അനർത്ഥങ്ങളിലേക്കും നയിക്കും. അരുതാത്ത വാക്കുകളും ആകാത്ത പ്രവൃത്തികളും തന്മൂലമുണ്ടാകും. കോപം ഒന്നിനും ഒരു ശാശ്വത പരിഹാരമല്ല, അല്ലെന്ന് എല്ലാവർക്കും അറിയാം, അല്ലെ? എങ്കിലും ഇപ്പോഴും രാവിലെ കോപിച്ചിട്ട് എണീറ്റത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് എഫെസ്യ ലേഖനം 4:26. കോപിച്ചാൽ പാവം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുവോളം
നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ബി ആംഗ്രി ആൻഡ് ഡു നോട്ട് സിൻ. ഡു നോട്ട് ലെറ്റ് ദ സൺ ഗോ ഡൗൺ ഓൺ യുവർ ആംഗർ. ഈ കോപം, പെട്ടെന്നുള്ള കോപം കാരണം എത്രയോ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും തകരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. എന്ത് ചെയ്യണം? പെട്ടെന്നുള്ള കോപത്തിൽ വന്നുപോയ ആ ഒരു വീഴ്ച ഒന്ന് ഏറ്റുപറഞ്ഞ് രമ്യതപ്പെട്ടിരുന്നെങ്കിൽ ഡൈവോഴ്സിന് പോകത്തില്ലായിരുന്നല്ലോ. 85% ഡൈവോഴ്സ് കേസിന്റെ ഒരു പ്രധാന റൂട്ട് കോസ് ഇതാണ്, പെട്ടെന്നുള്ള കോപമാണ്, മുൻകോപം. എവിടെയാണ് വീണത്, എവിടെയാണ് വീഴ്ച വന്നിരിക്കുന്നതെന്ന് ഒന്ന് ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ സൗഖ്യം, വിടുതലും ദൈവം തന്നിരിക്കും. സൂര്യൻ അസ്തമിക്കാൻ അനുവദിക്കരുത്. അതിനു മുമ്പ് രമ്യതപ്പെടുക. അത് കുടുംബത്തിലും കൂട്ടായ്മയിലും മസ്റ്റായിട്ട് ചെയ്യുക. സാമൂഹിക ബന്ധങ്ങളിലും അയൽവാസികൾ തമ്മിലുള്ള ബന്ധങ്ങളിലും അപ്രകാരം ഒരു റെക്കൺസിലിയേഷൻ നടന്നിരുന്നെങ്കിൽ ഇന്ന് ബന്ധങ്ങൾ മുറിഞ്ഞ് അതിരുകളും മതിലുകളും കെട്ടി ഉള്ളിലേക്ക് വലിയത്തില്ലായിരുന്നു. കോപം വിഡ്ഢിത്തത്തിൽ ആരംഭിച്ച് അനുതാപത്തിൽ അവസാനിക്കുന്നു എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. നിഷേധാത്മകമായ സമീപനമല്ല, ക്രിയാത്മകമായ പ്രതികരണമാണ് ജീവിതത്തിന് അനിവാര്യം. കോപത്തിന്റെ ഏറ്റവും നല്ല മറുമരുന്ന് ക്ഷമാശീലം ആണെന്ന് ഓർക്കുക. നമ്മുടെ മനസ്സിന്റെ മാറാലകൾ തുടച്ചു നീക്കി ഒരു പുതിയ ജീവിതം നമുക്ക് തുടങ്ങാം. കർത്താവിനോട് ചേർന്ന് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും നിശ്ചയം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയനായ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന പിതാവാകയാൽ സ്തോത്രം. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ അവിടുത്തെ മക്കളാക്കി തീർക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. കുടുംബമായി ഞങ്ങളെ അവിടുന്ന് സംരക്ഷിക്കുന്നതിനായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പെട്ടെന്ന് സംഭവിച്ചു പോയ കോപം കാരണം മുറിപ്പാടുകളോടുകൂടി ഇരിക്കുന്ന അനേകരുണ്ട്. എന്റെ കർത്താവിന്റെ പരിശുദ്ധ രക്തത്താൽ ആ മുറിവുകൾ സൗഖ്യമാകട്ടെ, കുടുംബങ്ങൾ സൗഖ്യമാകട്ടെ. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയിലെ ബന്ധങ്ങൾ പലതും ഹല്ലേലൂയ നൊമ്പരത്തോടെ, നീർന്ന മനസ്സോടെ, നീർന്ന ഹൃദയത്തോടെ മുന്നോട്ട് പോകുന്നവരാണ്. നല്ലൊരു ഭാവം കർത്താവേ അവിടുന്ന് അത് അറിയുന്നു, കാണുന്നു. ഈ തിരുവചനം ഏറ്റെടുത്തുകൊണ്ട് കടന്നുചെന്ന് പരസ്പരം തെറ്റുകൾ ഏറ്റുപറഞ്ഞ് രമ്യതപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി ഹല്ലേലൂയ ഒരുമിച്ച് ചേർന്ന് നിന്ന് ആരാധിക്കുവാൻ ഓരോ കൂട്ടായ്മയിലെ മക്കളെയും അനുഗ്രഹിക്കണം. ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായി മാറട്ടെ. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും അനുഗ്രഹിക്കപ്പെട്ട സംസ്ഥാനങ്ങളായി മാറട്ടെ. വിശേഷാൽ കേരളവും തമിഴ്നാടും കർണാടകയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രോപ്പ. ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് തന്നതാണ്. അവിടുന്ന് ഫലപുഷ്ടമാക്കി മാറ്റുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഓഫീസുകൾ അവിടുത്തെ ദാനമാണ്. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസ്സുകൾ അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുവാനുള്ള വാതിലുകളാണല്ലോ. യേശുവിന്റെ നാമത്തിൽ ആ വാതിലുകൾ വിശാലമാകട്ടെ, ആ അതിരുകൾ വിശാലമാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ബിസിനസ് നടത്തുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. ദൂരസഞ്ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, മക്കളെ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ ഉള്ളം കയ്യിൽ അവരെ വഹിക്കണമേ. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും സാന്നിധ്യം കൂടിയിരിക്കണം. ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി മാറട്ടെ. സ്തോത്രം. മാതാപിതാക്കളുമായി വാക്കുകളാൽ മുറിഞ്ഞ്, ബന്ധങ്ങൾ മുറിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള മക്കളുണ്ട് കർത്താവേ. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ. കുടുംബത്തിലേക്ക് അവർ തിരിച്ചു വരട്ടെ. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കർത്താവേ. കർത്താവ്, ഈ സമയത്ത് പ്രത്യേകമായി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി സ്തോത്രം. ഓ സ്തോത്രം, സ്തോത്രം. വിശേഷാൽ കർത്താവേ, പെട്ടെന്നുള്ള കോപത്തിൽ രോഗികളായിട്ട് സ്തോത്രം മനസ്സ് തകർന്നിരിക്കുന്ന അനേക വ്യക്തികളുണ്ട് കർത്താവേ. അവരെ അവിടുന്ന് കാണുന്നുള്ളൂ. അവിടുത്തെ സ്പർശനത്താൽ മക്കൾ സൗഖ്യമാകട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. അനുഗ്രഹിച്ചനായി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആക്കുവർണ്ണിച്ചിടാ. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കുവർണ്ണിച്ചിടാ.
സ്തുതിച്ചിടാം.